ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും അതിൻ്റെ പ്രതിവിധികളിലേക്കും വെളിച്ചം വീശുന്ന ക്രൈസ്തവ സമുദായത്തിൻ്റെ വേദനകൾ പങ്കുവയ്ക്കുന്ന പ്രഭാഷണ പരമ്പരയായ മിസ്ബ ശുശ്രൂഷയുടെ 4ാം സീസണിൻ്റെ 2ാം ദിനത്തിലേക്ക് സ്വാഗതം. ശുശ്രൂഷയുടെ ആദ്യ ദിനത്തിൽ മാധ്യമങ്ങൾ മറച്ചുപിടിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തവും സ്പഷ്ടവുമായി ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ സംസാരിച്ചു. ലോകമെമ്പാടും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെക്കുറിച്ച് വളരെ വേദനാജനകമായ ചിത്രമാണ് അച്ഛൻ നമ്മോട് പങ്കുവച്ചത്. പീഡിത ക്രൈസ്തവ സമൂഹത്തിൻ്റെ നീറുന്ന വേദനകളും നൊമ്പരങ്ങളും നാം അറിയണമെന്ന് അച്ഛൻ ശക്തമായി ആഹ്വാനം ചെയ്യുകയുണ്ടായി. അവരുടെ വേദനകൾ നമ്മുടെ തന്നെ വേദനകളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണമെന്നും അച്ഛൻ പറഞ്ഞു. 2ാം ദിനമായ ഇന്ന് ഫാദർ റോയ് കണ്ണഞ്ചിറ CMI ലോകമെമ്പാടും നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന ചില നിർണായക സൂചനകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അച്ഛൻ്റെ വാക്കുകളിലേക്ക്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായി ഷക്കീന TV ഒരുക്കുന്ന മിസ്ബ കൺവെൻഷൻ ഇന്നലെ പ്രിയപ്പെട്ട വട്ടായി അച്ഛൻ്റെ വചന സന്ദേശത്തിലൂടെ ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം 2020 സെപ്റ്റംബർ മാസം 1-ാം തീയതി 1ാം മിസ്ബ കൺവെൻഷൻ ആരംഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. പതിവ് രീതിയിലുള്ള ബൈബിൾ കൺവെൻഷനിൻ്റെ ശൈലിയോ കരിസ്മാറ്റിക് കൺവെൻഷൻ്റെ ശൈലിയോ വചനപ്രഘോഷണത്തിൻ്റെ ശൈലിയോ സ്വീകരിക്കാതെ ക്രൈസ്തവ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്ന സമുദായ ബോധനത്തിൻ്റെയും സമുദായ ബോധ്യത്തിൻ്റെയും ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു അവതരണമായിരുന്നു മിസ്ബ കൺവെൻഷനിൽ സ്വീകരിച്ചത്. 3 മാസങ്ങൾ ഇടവിട്ട് ഇപ്പോൾ 3 മിസ്ബ കൺവെൻഷനുകൾ ഷക്കീന ചാനൽ നടത്തി. അതുവഴി ആയിരക്കണക്കിന് ക്രൈസ്തവ മക്കളുടെ മനസ്സിൽ വിശ്വാസത്തെപ്പറ്റിയും സമുദായത്തെപ്പറ്റിയും സഭയെപ്പറ്റിയുമുള്ള ഉത്കൃഷ്ടവും ഉദാത്തവുമായ ദർശനങ്ങളും ചിന്തകളും അടിയുറയ്ക്കുവാൻ ഈ മിസ്ബ കൺവെൻഷനുകൾ ഇടയാക്കി. തമ്പുരാന് നന്ദി പറയുകയാണ്. ഇന്ന് 4ാം മിസ്ബ കൺവെൻഷൻ്റെ 2ാം ദിനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ക്രൈസ്തവ സമൂഹം ലോകം മുഴുവൻ അഭിമുഖീകരിച്ച വിശ്വാസ സാക്ഷ്യങ്ങളുടെ വിശുദ്ധമായ സ്മരണകൾ നമ്മൾ ഈശോയോടൊപ്പമിരുന്ന് ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ കനലെരിയിച്ചുകൊണ്ട് ഏറ്റുവാങ്ങുവാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളിൽ പീഡനമേറ്റും സ്നേഹിച്ചവരുടെ വേദന തിങ്ങിയ കഥകളും ജീവിതാനുഭവങ്ങളുമാണ് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സഹോദരങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ക്രിസ്തുവിനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, ക്രിസ്തു സ്നേഹിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കൊളുത്തി തന്ന ക്രൈസ്തവ വിശ്വാസം, കത്തോലിക്ക സഭയിലുള്ള വിശ്വാസം, ആ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച ധീരരായ രക്തസാക്ഷികളുടെ വിശുദ്ധ സ്മരണകളിൽ എൻ്റെ ഉള്ളിന് തീ പിടിപ്പിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഒരു വചന സന്ദേശത്തിലേക്ക്, ഈ ഒരു വിശ്വാസ പ്രഘോഷണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ക്രിസ്തുവാണ് എൻ്റെ ദൈവം, ക്രിസ്തുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, ക്രിസ്തുവിൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഉറച്ചു പറഞ്ഞതിൻ്റെ പേരിൽ ആദ്യമായി ആദിമ ക്രൈസ്തവ സമൂഹത്തിന് വിശ്വാസത്തിൻ്റെ രക്തമുദ്ര പതിപ്പിച്ച് നൽകിയ വിശുദ്ധ എസ്തഫാനോസ് ഒന്നാമത്തെ രക്തസാക്ഷി.
ആ ഒന്നാമത്തെ രക്തസാക്ഷിയുടെ ഓർമ്മയോടൊപ്പം ഈ ഓഗസ്റ്റ് മാസത്തിൽ 2021 ഓഗസ്റ്റ് മാസത്തിൽ 9-ാം തീയതി ഫ്രാൻസിൽ അഭയം കൊടുത്ത ഒരു അഭയാർത്ഥിയുടെ കൈകൊണ്ട് കഴുത്തറക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന ഒലിവർ മേരി എന്ന വൈദികൻ വരെ, അതിനും ശേഷം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് നൈജീരിയയിൽ പ്ലേറ്റോ സ്റ്റേറ്റിൽ ഒരുമിച്ച് ചുട്ടരിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾ 70ഓളം പേരുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ചുടുനീരുണങ്ങാത്ത സ്മരണകളോടെ നമ്മൾ വിശ്വാസ വഴിയിൽ ജീവൻ ബലി കഴിച്ചും വിശ്വാസം കൈവിടാതെ നിന്ന വിശുദ്ധരായ ജീവിത സാക്ഷികളുടെ ആ ഒരു ജീവിത അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2010 പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു, ആധുനിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡകൾ അനുഭവിക്കേണ്ടി വരുന്ന മതസമൂഹം ക്രൈസ്തവ മതസമൂഹമാണ്. ആധുനിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡകൾ അനുഭവിച്ച് വളരുന്നത് ക്രൈസ്തവ സമൂഹമാണ്. 2013 ഐക്യരാഷ്ട്രസഭയുടെ 23-ാമത്തെ സെഷനിൽ, ജനീവയിൽ വെച്ച് നടന്ന 23-ാമത്തെ സെഷനിൽ വത്തിക്കാൻ പ്രതിനിധിയായ സിൽവാനോ മരിയ അദ്ദേഹം പറഞ്ഞു, വിശ്വാസത്തിൻ്റെ പേരിൽ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ ലോകത്ത് ഒരു വർഷം 100,000-ഓളം വിശ്വാസികളാണ് ജീവിതം ബലിയർപ്പിക്കേണ്ടി വരുന്നത്. ഈ ലോകം മുഴുവനും ക്രിസ്തുവാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നതിൻ്റെ പേരിൽ, ആ ഒരു വിശ്വാസം നെഞ്ചോട് ചേർക്കുന്നതിൻ്റെ പേരിൽ ജീവൻ വെടിയേണ്ടി വരികയാണ് മനുഷ്യ സമൂഹത്തിന്. 2005 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ 9 ലക്ഷത്തോളം ക്രൈസ്തവ വിശ്വാസികളാണ് ലോകത്തിൽ ജീവൻ വെടിയേണ്ടി വന്നത് വിശ്വാസത്തിന് വേണ്ടി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, DR കോങ്കോ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്ത് നടക്കുന്ന വംശഹത്യ ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം കൊലയ്ക്ക് കൊടുക്കുന്ന ക്രൂരമായ തീവ്രവാദ നിലപാടുകളുള്ളവരുടെ വിനോദമായി മാറുകയാണ്, ബലിയർപ്പിക്കപ്പെടുകയാണ് ക്രൈസ്തവ ജീവിതങ്ങൾ. IIRF എന്ന സംഘടന, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് ഫ്രീഡം എന്ന സംഘടനയുടെ പ്രതിനിധിയായി ക്ലൗസ് വെറ്റ്സൽ എന്ന വ്യക്തി വെളിപ്പെടുത്തിയ ഒരു സത്യമുണ്ട്. ലോകത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ ജീവൻ ബലി കഴിക്കേണ്ടി വരുന്ന ക്രൈസ്തവ സമൂഹം, അവർ ക്രൈസ്തവരല്ലായിരുന്നെങ്കിൽ അവർക്ക് ജീവൻ വെടിയേണ്ടി വരികയില്ലായിരുന്നു. ക്രൈസ്തവരായതിൻ്റെ പേരിലാണ്, ക്രിസ്ത്യാനികളായി ജീവിക്കുന്നു എന്നതിൻ്റെ പേരിലാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിലാണ് ലോകത്ത് ക്രൈസ്തവ സമൂഹം മതപീഡനത്തിന് വിധേയമാകേണ്ടി വരുന്നത് എന്ന് ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിതം ബലി കൊടുത്തും വിശ്വാസം സംരക്ഷിച്ച വിശുദ്ധരായ ധീരരായ വിശ്വാസി സഹസ്രങ്ങളുടെ വിശുദ്ധ സ്മരണയ്ക്ക് മുമ്പിൽ ഹൃദയവന്ദനം അർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിനു വേണ്ടി സ്വന്തം മകനെ ബലി കൊടുത്ത പരിശുദ്ധ അമ്മയുടെ ദൈവഹിതത്തിന് വിധേയയാകുവാൻ വേണ്ടി, ദൈവേഷ്ടം നിറവേറ്റുവാൻ വേണ്ടി സ്വന്തം മകനെ ബലി കൊടുത്ത പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ വിശ്വാസത്തെ ധ്യാനിക്കുകയാണ്. ഇറാഖിൽ ഇസ്ലാം തീവ്രവാദ സംഘടനകളുടെ ആക്രമണങ്ങളിൽ ജീവൻ വെടിഞ്ഞത് 10,000-കണക്കിന് ക്രൈസ്തവരാണ്. 100-കണക്കിന് ക്രൈസ്തവ കുടുംബങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി ഇറാഖിൽ. ക്രൈസ്തവ ദേവാലയങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചു. ക്രൈസ്തവ കൂട്ടായ്മകൾക്ക് മുകളിൽ അഗ്നി വർഷിച്ചു. സ്ത്രീകളെ
പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നു. കുട്ടികളെ കൂട്ടിയിട്ട് കത്തിച്ചു. നാട് വിട്ടു പോകുവാനാണ് ആവശ്യപ്പെട്ടത്. ക്രിസ്തുവിൻ്റെ പേരിലാണ് നീ ഇവിടെ ജീവിക്കുന്നതെങ്കിൽ നിനക്കിവിടെ ജീവിക്കാൻ കഴിയില്ല, ക്രിസ്തുവിനെ ഉപേക്ഷിച്ചാൽ നിനക്കിവിടെ ജീവിക്കാം എന്ന് ജീവന് നേരെ, ഹൃദയത്തിന് നേരെ തോക്കു ചൂണ്ടി തീവ്രവാദികൾ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ നാടുപേക്ഷിക്കാം, ഞങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ വിശ്വാസികളുടെ പിന്തുടർച്ചക്കാരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തയ്യാറായി ഉണർന്നെഴുന്നേൽക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ പുതിയ തലമുറ. ലോകത്തിലെ ഓരോ രാജ്യങ്ങളിലും നടന്ന ക്രൈസ്തവ പീഡനങ്ങളുടെ ഓർമ്മകൾ പ്രാർത്ഥനയാക്കുകയാണ് പരിശുദ്ധ അമ്മയോടൊപ്പം. UK-യിലെ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് മോൺ സ്റ്റീഫൻ അദ്ദേഹം 2015 മുതൽ 2018 വരെയുള്ള ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിക്കുന്ന രാജ്യങ്ങളുടെ ഒരു കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. 2015 125 രാജ്യങ്ങളായിരുന്നു ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ 2018 ആയപ്പോഴേക്കും അത് 144 രാജ്യങ്ങളായിട്ട് വർദ്ധിച്ചു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. നൈജീരിയയും പാകിസ്ഥാനും ബംഗ്ലാദേശുമൊക്കെ ക്രൈസ്തവരെ തെരഞ്ഞു പിടിച്ച് പീഡിപ്പിക്കുന്നവരുടെ നാടായി മാറുന്നതിൻ്റെ കാഴ്ചകൾ ഭീതിയോടെയാണ് നമ്മൾ കാണുന്നത്. 2009 അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ പ്രതിനിധിയായ മാർട്ടിൻ സെലന്തിൻ 38 രാജ്യങ്ങളിൽ മാത്രമായി 30,000-ലേറെ കൊല്ലപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളുടെ കണക്ക് അവതരിപ്പിച്ചു. ലോകത്ത് നടക്കുന്ന മതപീഡനങ്ങളിൽ 80% ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്ന് മാർട്ടിൻ സെലന്തിൻ സൂചിപ്പിക്കുകയുണ്ടായി. ഐസിസ് തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം നടന്ന ഇറാനിലും ഇറാഖിലും നാടുവിട്ടോടുവാനാണ് വിശ്വാസികൾക്ക് വാറണ്ട് കിട്ടിയത്. ഒന്നുകിൽ ക്രിസ്തുവിനെ വിട്ട് ഇവിടെ താമസിക്കുക, അല്ലെങ്കിൽ ഈ നാട് വിട്ട് എങ്ങോട്ടേലും പോവുക. വിശ്വാസികൾ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾ ഈ നാട് വിട്ടുപോയിക്കോളാം, ഞങ്ങളുടെ ദൈവമായ ക്രിസ്തുവിനെ വിട്ടുതരില്ല, ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല, ഞങ്ങൾ നാടുപേക്ഷിച്ചു കൊള്ളാം. 10,000-കണക്കിന് ക്രൈസ്തവ വിശ്വാസികൾ കെട്ടും കിടക്കയുമായി കുഞ്ഞുങ്ങളെയും കൈക്കുഞ്ഞുങ്ങളെയും തോളിലും കൈകളിലും വാരി വലിച്ചെടുത്തുകൊണ്ട് മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്നതിൻ്റെ ദാരുണമായ ചിത്രങ്ങൾ ഇന്നും ലോക മനസ്സാക്ഷിയുടെ ഭിത്തിയിൽ ഒട്ടിയിരിപ്പുണ്ട്. അതൊരിക്കലും പറഞ്ഞു പോയിട്ടില്ല എന്നത് പ്രാർത്ഥനാപൂർവം നമ്മൾ പുനഃസ്മരിക്കുകയാണ്. (2014) ഇറാഖിൽ അസീറിയൻ ക്രിസ്ത്യൻസിനെ രാജ്യം വിട്ടോടുവാനാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തിയതും നിർബന്ധിച്ചതും. രാജ്യം വിട്ടുപോകാത്തവരെ കൂട്ടക്കൊല ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലേക്കൊന്ന് കടന്നു വരിക. സ്വാതന്ത്ര്യം കിട്ടിയ നാൾ മുതൽ പാകിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ്. ഔദ്യോഗിക മതം ഇസ്ലാം മതമാണ് എങ്കിലും മറ്റ് മതങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണഘടനയാണ് പാകിസ്ഥാൻ. എന്നാൽ 1997 പാകിസ്ഥാനിൽ ആയൂബ് മസീഹ് എന്നൊരു മനുഷ്യനെ ദൈവനിന്ദയാരോപിച്ച് അതിക്രൂരമായി പൊതുനിരത്തിലിട്ട് കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യം ലോക മനസാക്ഷിയെ ഭീഷണിപ്പെടുത്തി. അവിടെ തൊട്ട് തുടങ്ങുന്ന പാകിസ്ഥാനിലെ ക്രൈസ്തവ പീഡനത്തിൻ്റെ നാൾവഴികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഭയപ്പെടുത്തുകയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയുമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറപ്പിക്കുകയാണ്. 2019 മെയ് മാസം 8-ാം തീയതി മതനിന്ദയാരോപിച്ച് ആസിയ ബീവി എന്ന ക്രിസ്ത്യൻ വനിതയെ
അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് ലോക മനസാക്ഷി ഞെട്ടലോടെയാണ് ഏറ്റുവാങ്ങിയത്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ശക്തമായി എതിർത്തപ്പോഴും ആസിയ ബീവി അനുഭവിച്ച അതിക്രൂരമായ മതപീഡനം, ഒടുക്കം ലോകരാഷ്ട്രങ്ങളുടെ നിർബന്ധത്തിനും നീതിന്യായ വ്യവസ്ഥയുടെ കൽപ്പനകൾക്കും വിധേയമായി ആസിയ ബീവിയെ ജയിൽ മോചിതയാക്കിയപ്പോൾ ആസിയ ബീവി പറഞ്ഞൊരു കാര്യമുണ്ട്: ഓരോ മർദ്ദനമേൽക്കുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി ഓരോ മർദ്ദനമേൽക്കുമ്പോഴും ക്രിസ്തുവിന് വേണ്ടി ജയിലഴികളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന് നിലവിളിക്കേണ്ടി വന്ന സമയത്ത് പോലും ഞാൻ വിശ്വസിച്ചു, എൻ്റെ ക്രിസ്തു എൻ്റെ ദൈവമാണ്, എൻ്റെ ക്രിസ്തു എന്നെ രക്ഷിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് ആസിയ ബീവി പറഞ്ഞ വാക്കുകൾ ലോക മനസാക്ഷിയുടെ വിശ്വാസ ജീവിതം നയിക്കുന്ന എല്ലാ മതങ്ങളിലുമുള്ള യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മനുഷ്യനെ ആദരിച്ചുകൊണ്ട് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ഹൃദയത്തെ ആവേശോജ്വലമാക്കിയ ഒരു വാക്കാണ് ആസിയ ബീവി പറഞ്ഞത്. ഞാൻ വിശ്വസിച്ചു, ഏത് ഇരുമ്പഴികൾക്കുള്ളിൽ പൂട്ടപ്പെട്ടാലും പത്രോസിൻ്റെ ചങ്ങല അഴിഞ്ഞു വീണതുപോലെ, പൗലോസിൻ്റെ മുമ്പിലെ ജയിൽ കവാടങ്ങളൊക്കെ മലർക്കെ തുറന്നതുപോലെ എൻ്റെ മുമ്പിലും എൻ്റെ ക്രിസ്തു എൻ്റെ ജയിൽ കവാടം തുറന്നു തരും, എന്നെ മോചിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് ആസിയ ബീവി പറയുക. ഒടുക്കം ഈ 2020 മരിയ ഷഹബാസ് എന്ന് പറയുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രായാധിക്യം കൊണ്ട് നടക്കാൻ മേലാത്ത ഒരു വൃദ്ധന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ പരിപാടികൾ, മരിയ ഷഹബാസിന് വേണ്ടി ലോകം മുഴുവൻ അലറി വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാലാണ് അവൾക്ക് പ്രാണൻ തിരിച്ചു കിട്ടി മാതാപിതാക്കളോടൊപ്പം തിരിച്ചു വരുവാനുള്ള അവസരമുണ്ടായത്. ക്രൈസ്തവരാണ് എന്നതിൻ്റെ പേരിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് എന്നതിൻ്റെ പേരിൽ ലോകം മുഴുവൻ ക്രൈസ്തവർ വിശ്വാസത്തിന് വേണ്ടി പീഡനം അനുഭവിച്ചാണ് വിശ്വാസം നിലനിർത്തുന്നത് എന്ന് പക്ഷേ ഈ കേരളത്തിലെ ക്രൈസ്തവർക്ക് അത്രയ്ക്കങ്ങ് ഓർക്കേണ്ട സാഹചര്യം ഉണ്ടാകാറില്ല. കാരണം കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് അധികം വെല്ലുവിളികൾ നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല പുറത്തു നിന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ 2011 സൊമാലിയയിൽ രക്തസാക്ഷികളായി തീർന്ന വിശ്വാസികളെ നമ്മൾ നെഞ്ചു നുറുങ്ങി ഓർക്കണം. ഈ മലയാളികളായ ക്രൈസ്തവർ അവർ ഏത് സഭാ സമൂഹത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ, കത്തോലിക്ക സഭയിലെ വിശ്വാസികളായിക്കൊള്ളട്ടെ, മറ്റിതര ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളിലെ വിശ്വാസികളായിക്കൊള്ളട്ടെ, മറ്റ് സഭകളിലെ വിശ്വാസികളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഓർക്കണം, വിശ്വാസത്തിന് വേണ്ടി ഞാനറിയാതെ എന്നെ അറിയുന്ന എൻ്റെ ക്രിസ്തുവിന് വേണ്ടി ഞാനറിയാതെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ലോകത്തിലെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ ധീരമായ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ പിന്തുടർച്ച അവകാശിയാണ് ഈ മലയാളിയായ ക്രൈസ്തവനും എന്ന് ഈ മാതാവിനോടൊപ്പം നമ്മൾ ഓർത്തെടുക്കണം. സുഡാനിലും യമനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, പ്രിയപ്പെട്ടവരെ, 1982 ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ, ചൈനയുടെ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം എന്നൊരു പേര് എഴുതി ചേർത്തു. 1982 എന്നാൽ അതിനുശേഷമാണ് ചൈനയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മതപീഡനം നടന്നിട്ടുള്ളത് എന്ന് ചരിത്രകാരന്മാർ എഴുതി തെളിയിച്ചു തരികയാണ്. നമ്മുടെ മാതൃഭൂമിയായ ഭാരതത്തിലേക്ക് കടന്നു വന്നാൽ എല്ലാ മതങ്ങളെയും ഏറ്റവും ആദരവോടുകൂടി സ്വീകരിച്ച ഋഷിപ്രോക്തമായ സർവ്വസാഹോദര്യത്തിൻ്റെ നാടായ ഭാരതത്തിൽ, മതേതരത്വം ഭരണഘടനയുടെ മുഖമുദ്രയായി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള നമ്മുടെ ഭാരതത്തിൽ, ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ ഭാരതത്തിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്ന രാജ്യങ്ങളിലൊന്നായി നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു എന്ന് ലോകരാഷ്ട്രങ്ങളുടെ നിരീക്ഷണം, മതസൗഹാർദ്ദത്തിൻ്റെയും മതപീഡനത്തിൻ്റെയും എണ്ണം പഠിക്കുന്ന സംഘടനകൾ ഇന്ത്യയെ ആദ്യത്തെ 5-1 എഴുതി വയ്ക്കുമ്പോൾ ഇന്ന് ഭാരതത്തിൽ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു പ്രാർത്ഥനാപൂർവമായ പരിഹാരവും കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്.
1964 മുതൽ 1997 വരെ ഭാരതത്തിൽ ആകെ 53 ക്രൈസ്തവ ആക്രമണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1998 മാത്രം അത് 90-ലേറെ ആക്രമണങ്ങളായി മാറി. ഗുജറാത്ത് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എണ്ണമറ്റ അതിക്രമങ്ങളിലൂടെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിച്ച ദുരിതങ്ങളുടെ കണക്കുകൾ ഒരു ചരിത്ര പുസ്തകത്തിലും ആർക്കും പഠിക്കാൻ കിട്ടില്ല. ഒരു ചരിത്ര പുസ്തകത്തിലും ആരും എഴുതി വച്ചിട്ടുമുണ്ടാവില്ല. അതുപോലെ അതിക്രൂരമായ പീഡനങ്ങളാണ് 98 മുതൽ ഭാരതത്തിൽ ക്രൈസ്തവർ അഭിമുഖീകരിച്ചത്. ഒറീസയിൽ നടന്ന മതപീഡനത്തിൻ്റെ ദൃശ്യങ്ങളൊന്നും ഓർമ്മ നഷ്ടപ്പെടാത്ത ഭാരതീയൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണർന്നിരിപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാണ്ടമാലിലൊക്കെ കൊല ചെയ്യപ്പെട്ട ക്രൈസ്തവ വിശ്വാസികളുടെ നിലവിളിയൊച്ചകൾ ഇന്നും ആ കാടകങ്ങളിൽ ഇങ്ങനെ വിറങ്ങലിച്ച് വിഹ്വലിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഈ 2019 ഏപ്രിൽ മാസം 29 നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിൽ നടന്ന ഈസ്റ്റർ ദിനത്തിൽ നടന്ന കൂട്ടക്കൊലയുടെ നിലവിളിയും അട്ടഹാസങ്ങളും പൊട്ടിത്തെറിക്കലുകളുടെ ഭീഷണമായ ശബ്ദഘോഷങ്ങളുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കേരളീയർ, ഭാരതീയർ, ലോകം മുഴുവനുമുള്ള മനസാക്ഷി നഷ്ടപ്പെടാത്ത മനുഷ്യ സഹോദരങ്ങൾ മറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഉയിർപ്പ് തിരുനാളിൻ്റെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ വന്ന 290 വിശ്വാസികളാണ് തിരിച്ച് വീട്ടിലെത്താതെ അൾത്താരയുടെ പരിസരത്ത് ജീവിതം തന്നെ ബലിയായി അർപ്പിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പീഡനം നടക്കുന്ന രാജ്യമായി ലോകം നൈജീരിയയുടെ പേരെഴുതി വയ്ക്കുന്ന ഈ ഒരു വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം ഈ മിസ്ബ കൺവെൻഷനിൽ പങ്കുചേരുന്നു. നൈജീരിയ എന്ന് പറയുന്നത് ക്രൈസ്തവ മതപീഡനത്തിൻ്റെ നാട് എന്ന് ഈ വർത്തമാനകാല ചരിത്രകാരന്മാർ, മാധ്യമപ്രവർത്തകർ എഴുതി വയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഫുലാനി തീവ്രവാദികളുടെ അതിക്രൂരമായ മൃഗീയമായ ആക്രമണങ്ങളിൽ ഈ 2 മാസത്തിനുള്ളിൽ തന്നെ 3000-ത്തിലധികം ക്രൈസ്തവരാണ് നൈജീരിയയിലെ പ്ലേറ്റോ സ്റ്റേറ്റിൽ മാത്രം കൊല്ലപ്പെടുന്നത് എന്ന് നൊമ്പരത്തോടുകൂടി നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നൈജീരിയയിൽ മാത്രമല്ല, ഫ്രാൻസിലും അതുപോലെ തന്നെ ഇസ്ലാമിക് തീവ്രവാദികളുടെ അതിക്രൂരമായ ആക്രമണങ്ങളിൽ 2016 ഷാഹ്മാൽ എന്ന 86 വയസ്സുള്ള വൈദികനെ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവാലയത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറിയ ഐസിസ് തീവ്രവാദികൾ അൾത്താരയിൽ കമത്തിക്കിടത്തി പിടലി തൊട്ട് കഴുത്തറുത്ത് മാറ്റി കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ശിരസ് അൾത്താരയിൽ വെച്ച് ഭീകരത സൃഷ്ടിച്ച ചിത്രം നമ്മൾ മറന്നിട്ടില്ല. കേരളത്തിലെ ഉൾപ്പെടെ ലോകമാധ്യമങ്ങൾ പലരും കണ്ണടച്ച് കളഞ്ഞ ആ ഒരു മഹാക്രൈസ്തവ പീഡനം ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ മുമ്പിൽ ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ ലോകത്തിലെ ക്രൈസ്തവ വിശ്വാസികളുടെ മുമ്പിൽ ഒരു ചോദ്യം ഉണർത്തുന്നുണ്ട്. ഈ 2019 ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ഓഗസ്റ്റ് മാസം 9-ാം തീയതി, ഈ 2019 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഫ്രാൻസിലെ നാൻഡസ് കത്തീഡ്രലിൽ ആ ദേവാലയത്തിലെ വൈദികനായ ഒലിവർ മാരി, അദ്ദേഹം കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച കണ്ട് ലോകം ഞെട്ടുകയാണ്. ആ കത്തീഡ്രലിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് വലിയ തീപിടുത്തമുണ്ടായാലും ആ തീപിടുത്തത്തിൽ പ്രതിയായി ചേർക്കപ്പെട്ട ഒരു അഭയാർത്ഥി, ഒരു റുവാണ്ടൻ അഭയാർത്ഥി, ആ അഭയാർത്ഥി വന്ന് മാപ്പ് ചോദിച്ച് ഈ ഒലിവർ അച്ഛൻ്റെ മുമ്പിൽ കരഞ്ഞു കാറിയപ്പോൾ ദേവാലയത്തിന് തീയിട്ട ആ ഒരു അഭയാർത്ഥിയെ അദ്ദേഹം തൻ്റെ കൂടെ താമസിപ്പിക്കാനുള്ള ക്രൈസ്തവമായ പൈതൃക പരിപാലനയുടെ സവിശേഷമായ ഉദാഹരണമായി മാറുകയാണ്. താൻ ബലിയർപ്പിക്കുന്ന ദേവാലയത്തിന് തീയിട്ട
റുവാണ്ടൻ അഭയാർത്ഥിയെ അദ്ദേഹം കൂടെ താമസിപ്പിക്കുക. അങ്ങനെ കൂടെ താമസിപ്പിച്ച് ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അഭയാർത്ഥിയെ സ്വാഗതം ചെയ്ത കത്തോലിക്ക സഭയുടെ ദേവാലയത്തിൽ പുരോഹിതൻ തന്നോടൊപ്പം താമസിക്കാൻ ഇടം കൊടുത്ത്, ഭക്ഷണം വാരിക്കൊടുത്ത്, കിടക്കാനിടം കൊടുത്ത്, ജീവിക്കാൻ ജോലി കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് പാല് തരുന്ന കൈക്ക് തന്നെ കയറി കടിക്കാൻ മനസ്സ് കാണിക്കുന്നു ഈ അഭയാർത്ഥിക്കൂട്ടം. ഒലിവർ മാരിയച്ചനും കഴുത്തറക്കപ്പെട്ടാണ് കൊല ചെയ്യപ്പെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിമ ക്രൈസ്തവ സമൂഹം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥനിലുള്ള വിശ്വാസം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരസ്യമായി പ്രഘോഷണം ചെയ്ത വിശുദ്ധ പന്തക്കൊസ്തായുടെ ജീവിത സാക്ഷ്യങ്ങളുടെ നിറുകയിലാണ് ആദ്യത്തെ രക്തസാക്ഷി പിറന്നു വീഴുന്നത്, വിശുദ്ധ എസ്തഫാനോസ്. 2000 വർഷങ്ങൾക്കിപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ അതേ ക്രിസ്തു ഇപ്പോഴും എൻ്റെ നെഞ്ചിടിപ്പിൻ്റെ ഭാഗമായി എന്നിൽ ജീവിക്കുന്നു, എൻ്റെ സമൂഹത്തിൽ ജീവിക്കുന്നു, എൻ്റെ സഭയിൽ ജീവിക്കുന്നു എന്ന് ഈ ലോകത്തോട് മുഴുവൻ പരസ്യ പ്രഘോഷണം ചെയ്തുകൊണ്ടാണ് നൂറുകണക്കിന് വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ ഇപ്പോഴും ക്രിസ്തുവിനെ കൈവിടാതെ, ജീവൻ കൈവിട്ടു പോയാലും എൻ്റെ ക്രിസ്തുവിനെ ഞാൻ കൈവിടില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നത്, ജീവൻ സമർപ്പിച്ച് രക്തസാക്ഷികളാകുന്നത് എന്ന് നാം ആദരവോടുകൂടി ഓർക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അഭയാർത്ഥിക്കിടം കൊടുത്ത് അഭയാർത്ഥിയുടെ കരാളഹസ്തങ്ങൾ കൊണ്ട് തന്നെ സ്വന്തം കഴുത്തറക്കപ്പെട്ട് രക്തസാക്ഷിത്വം വരിച്ച ഒലിവറച്ചൻ്റെ ഓർമ്മ ആചരിച്ച സമയത്ത് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹവും ക്രൈസ്തവ വിശ്വാസികളും വളരെ ഗൗരവമായി കാണേണ്ടത് തന്നെയാണ്. ഇന്ന് ലോക രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത് ചില മതതീവ്രവാദികളുടെ സംഘടിതമായ ഉദ്യമമാണ് എന്ന്, നിഗൂഢമായ ഗൂഢതന്ത്രമാണ് ഈ അഭയാർത്ഥി പ്രവാഹമെന്ന്. ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളായി വരുന്ന ഇസ്ലാം സഹോദരങ്ങളെ, ഇസ്ലാം രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ എത്രമാത്രം സ്വീകരിക്കുന്നുണ്ട് എന്ന്, അഭയം കൊടുക്കുന്നുണ്ട് എന്ന് ലോകം ചർച്ച ചെയ്യണമെന്ന് ഇമ്മാനുവൽ മക്രോൺ വിളിച്ചു പറയുമ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ശബ്ദം നമുക്ക് അവഗണിക്കേണ്ടതില്ല എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ആർക്കും കയറിയിറങ്ങാവുന്ന ഒരു പുറമ്പോക്ക് ഭൂമിയാണ് ക്രൈസ്തവ വിശ്വാസമെന്ന്, ക്രൈസ്തവ സമൂഹമെന്ന് ആരും വിശ്വസിക്കാൻ പാടില്ല എന്ന് വിശ്വാസ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമാണ് ഓരോ ക്രൈസ്തവനുമുള്ളത്. വിശ്വാസത്തിൻ്റെയും വിശ്വാസ ജീവിതത്തിൻ്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും അതിരുകാക്കാനുള്ള കാവൽ പട്ടാളക്കാരാണ് ഓരോ വിശ്വാസിയും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ഈ അതിരുകാക്കുവാനുള്ള ജാഗ്രത കുറയുമ്പോൾ അതിർത്തികളുടെ കാവൽ ഭിത്തികൾ ഇടിച്ചു കളഞ്ഞ് വിശ്വാസ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക്, വിശ്വാസിയുടെ മനസ്സിനുള്ളിലേക്ക് അധിനിവേശം നടത്തുന്ന ഈ അഭയാർത്ഥികളുടെ നിഗൂഢമായ ചില താല്പര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അരികിലേക്ക് നടന്നു വന്ന് അതിരുകളിൽ കാവൽ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ട്, പട്ടാളക്കാരില്ലാത്തതുകൊണ്ട്, ജാഗ്രതയില്ലാത്തതുകൊണ്ട് വിശ്വാസ ജീവിതത്തിന് വ്യതിചലനമുണ്ടാകുന്ന രീതിയിൽ വിശ്വാസികളുടെ
ബോധ്യങ്ങളിലേക്കും കാഴ്ചകളിലേക്കും രുചികളിലേക്കും കാഴ്ചപ്പാടുകളിലേക്കും വസ്ത്രധാരണത്തിലേക്കുമൊക്കെ ഇങ്ങനെ ഒരധിനിവേശം, ഒരു മത തീവ്രവാദ നിലപാടുകളുള്ളവരുടെ ഒരു അധിനിവേശം ഇവിടെ വളരെ പ്രകടമായി കാണുന്ന ഈ ഒരു വർത്തമാനകാലത്തിൽ ഓരോ ക്രൈസ്തവ വിശ്വാസിയും ഉറച്ചു നിന്നുകൊണ്ടൊരു തീരുമാനമെടുക്കണം. ഇങ്ങനെ കടന്നു വരുന്ന അധിനിവേശ ശക്തികൾക്ക് കട്ടുതിന്നാനായി ഞാൻ വിട്ടുകൊടുക്കുകയില്ല ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ശരീരഭാഷ എന്ന് പ്രതിജ്ഞ ചെയ്യണം. ഇല്ല എങ്കിൽ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വിശുദ്ധമായ വ്യത്യസ്തതകൾ എന്തൊക്കെയാണ് എന്ന് സ്വയം അനുഭവിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി ഇവിടെ നമ്മൾ മാറിപ്പോകും. എ ക്രിസ്ത്യൻ ഈസ് ഡിഫറെൻറ്റ്. അതാണ് ഈ കാലം ഈ ലോകത്തിൻ്റെ മുമ്പിൽ എഴുതി വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകം ഈ കാലത്തിൻ്റെ നെഞ്ചിൽ എഴുതി വച്ചിരിക്കുന്ന ഈ ഒരു വലിയ സത്യം എന്താണ്? എ ക്രിസ്ത്യൻ ഈസ് ഡിഫറെൻറ്റ്. എന്താണ് ഈ ക്രൈസ്തവൻ്റെ വ്യത്യസ്തത? എന്താണ് ഈ ക്രൈസ്തവൻ്റെ തനിമ? എന്താണ് അത്? അവന് ക്രിസ്തുവിലുള്ള വിശ്വാസം അവനെ നിർബന്ധിക്കുന്ന സ്നേഹകർമ്മങ്ങളുടെയും ത്യാഗകർമ്മങ്ങളുടെയും ജാഗ്രതയോടെ സൂക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ വിശുദ്ധമായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകമാണ് അവൻ്റെ തനിമ. ആ തനിമ നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അതിരുകൾ ഇടിച്ചു കളഞ്ഞ് ജാഗ്രതയില്ലാത്ത കാവൽക്കാരായിട്ട് ജാഗ്രത നൽകുവാനില്ലാത്ത പട്ടാളക്കാരില്ലാത്ത ഒരു സൈന്യത്തിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ് അധിനിവേശ ശക്തികളുടെ നിഗൂഢമായ തന്ത്രങ്ങളുമായി നിരവധി പേർ. അത് തിരിച്ചറിയണം ക്രൈസ്തവർ, അത് തിരിച്ചറിയണം. എന്നിട്ട് സംഘടിതമായിട്ട് പറയാൻ കഴിയണം, ഇങ്ങനെ കടന്നു വരുന്ന ഈ അധിനിവേശ ശക്തികൾക്ക്, ഈ അധീശ ശക്തികൾക്ക് കട്ടുതിന്നാനായി ഞങ്ങൾ വിട്ടുതരില്ല. ഒന്നുകിൽ രാജ്യം അല്ലെങ്കിൽ ജീവൻ, ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഇറാനിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് ഈ നാട്ടിൽ നിൽക്കാം, അല്ലെങ്കിൽ നാട് വിട്ടുപോവുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ക്രിസ്തുവിനെ ഉപേക്ഷിക്കില്ല, ഞങ്ങൾ ഈ നാട് ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് ജീവൻ സംരക്ഷിച്ച്, എന്ന് പറഞ്ഞ് ക്രിസ്തു വിശ്വാസം സംരക്ഷിച്ച് സ്വന്തം ജീവൻ ബലി കൊടുത്ത ആയിരക്കണക്കിന് പാവപ്പെട്ടവരായ സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ ത്യാഗ ചരിത്രത്തിൻ്റെ വഴികളിലൂടെയാണ് ഈ കേരളത്തിലെ ഈ മലയാളി ക്രൈസ്തവരും കടന്നു പോകുന്നത് എന്ന് ബോധ്യം നഷ്ടപ്പെടുമ്പോഴാണ് ശത്രുവാര് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാത്തവരായി, വിവേചന ശക്തിയില്ലാത്തവരായി, വിശ്വാസത്തിൻ്റെ വിശുദ്ധ ചൈതന്യം എന്താണ്, അവിശ്വാസത്തിൻ്റെ അധിനിവേശം എന്താണ്, അന്ധവിശ്വാസത്തിൻ്റെ സ്വാധീനം എന്താണ്, കപടമായ പൈശാചിക ശക്തികളുടെ ഇടപെടൽ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ടും ക്രൈസ്തവരുടെ വേഷം ധരിച്ച് ജീവിക്കേണ്ടി വരുന്ന ദുർബല വിശ്വാസികൾ, എൻ്റെ പ്രിയപ്പെട്ടവരറിയണം, ജാഗ്രത വേണം. പ്രിയപ്പെട്ടവരെ, ജാഗ്രത വേണം. ഇന്നിവിടെ ക്രൈസ്തവ സമൂഹത്തിന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വിശ്വാസത്തെ മുറുകെ പിടിക്കാതെ, ക്രിസ്തുവിനെ മുറുകെ പിടിക്കാതെ നമുക്കിവിടെ നിലനിൽപ്പില്ല. ജാഗ്രതയുണ്ടാവും. ഇവിടെ ഇന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതം നേരിടുന്ന ഈ ഒരു അധിനിവേശ ശക്തികളുടെ ഈ സ്വാധീനങ്ങളെ ചെറുക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ സംഘടിതമായ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ പങ്കുവയ്ക്കണം. അഭയം കൊടുത്തവന് അഭയാർത്ഥി തിരിച്ചു കൊടുത്തത് അവൻ്റെ കഴുത്തിലുള്ള കത്തിയുടെ മൂർച്ച കൊണ്ടുള്ള സ്നേഹപ്രകടനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് അവൻ്റെ ശൈലിയാണ്. അവനെ നമുക്ക് കുറ്റം വിധിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഈശോയിൽ വിശ്വസിക്കാത്തവരെ കൊന്നുകളയുന്നത് ഈശോയ്ക്ക് ഇഷ്ടമല്ല. ഈശോയിൽ വിശ്വസിക്കാത്തവരാണ് എന്നുള്ളതിൻ്റെ പേരിൽ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നത് ക്രിസ്തുവിന് വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ക്രിസ്തു സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുവാനുള്ള ശേഷിയുണ്ടെങ്കിൽ മാത്രമാണ് ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്ന വർത്തമാനകാല പീഡനങ്ങൾക്ക് ക്രിസ്തു മാത്രമാണ് പരിഹാരമെന്ന് ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാൻ ക്രൈസ്തവന് കഴിയുകയുള്ളൂ. ക്രിസ്തുവിനെ പകരുവാൻ കഴിയുന്ന ക്രൈസ്തവന് ക്രിസ്തു എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ വേദനകളുടെയും പരിഹാരമാണ്. ക്രിസ്തുവിനെ പകരാൻ കഴിയാത്ത ഒരു വിശ്വാസി,
ക്രിസ്തുവിനെ തൻ്റെ അരികിലുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാൻ കഴിയാത്ത ഒരു ക്രൈസ്തവ വിശ്വാസി, അയാൾ ക്രിസ്തുവിൻ്റെ മരണത്തിന് കാവലിരിക്കുകയാണ്. അയാൾക്കുള്ളിൽ ക്രിസ്തു തീർന്നു. അയാൾ മരിച്ചാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ അവസാനിക്കുകയാണ്. ക്രിസ്തുവിനെ പകരുവാൻ കഴിയാത്ത ഒരു ക്രൈസ്തവ പുരോഹിതൻ, ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ ശേഷി നഷ്ടപ്പെട്ട ഒരു ക്രൈസ്തവ പുരോഹിതൻ, അവൻ ക്രിസ്തുവിൻ്റെ മരണത്തിന് കാവലിരിക്കുകയാണ്. കുരിശിൻ്റെ താഴെ അവസാനത്തെ ശ്വാസം അവനിൽ നിന്ന് പറഞ്ഞ് ലോകത്തിൽ പടർന്നലിയുന്നത് കാത്തുനിന്ന പടയാളികളെ പോലെ നിർവികാരമായി ക്രിസ്തുവിൻ്റെ മരണം കാത്തു നിൽക്കുകയാണ് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ശേഷി നഷ്ടപ്പെടുന്ന പുരോഹിതന്മാർ. ഇവിടെ ഇന്ന് ക്രിസ്തുവാണ് ഏക പരിഹാരം. എല്ലാ അധിനിവേശങ്ങൾക്കും, എല്ലാ അഭയാർത്ഥി പ്രവാഹങ്ങൾക്കും, എല്ലാ ആക്രമണങ്ങൾക്കും, എല്ലാ തീവ്രവാദ ആക്രമണങ്ങൾക്കും, മഹാമതപീഡനങ്ങൾക്കും ഇന്ന് പരിഹാരം ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവെച്ചു കൊടുക്കുവാൻ ഇന്നിവിടെ ക്രിസ്ത്യാനികൾ ഉണർന്നെഴുന്നേൽക്കണമെന്നതാണ് ഈ മിസ്ബ കൺവെൻഷനിലൂടെ പരിശുദ്ധ കന്യകാമറിയം ഓരോ വിശ്വാസിയോടും ആവശ്യപ്പെടുന്നത് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലുള്ള വിശ്വാസം എൻ്റെ അരികിലുള്ള സഹോദരങ്ങളിലേക്ക്, ലോകം മുഴുവനും പങ്കുവെച്ചു കൊടുക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ ആ കരുത്തും കൃപയും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് അതിരുകളില്ലാതെയായി പോകും, നമ്മൾക്ക് കാവൽക്കാരില്ലാതെയായി പോവുകയാണ്, പട്ടാളക്കാരില്ലാതെയായി പോവുകയാണ്. ജീവൻ പോരാടി നിന്ന്, ശത്രുവിൻ്റെ മുമ്പിൽ പോരാടി നിന്ന് ജീവൻ ബലിയർപ്പിക്കാൻ ശേഷിയുള്ള പടയാളികളില്ലാതെയായി പോവുകയാണ്. നമുക്കറിയാം, ഒരു പടയാളി യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടി അതിർത്തി കാത്ത് യുദ്ധത്തിൽ ജീവൻ വെടിയുമ്പോഴാണ് അയാളുടെ മരണത്തിനെ ധീര രക്തസാക്ഷിത്വം എന്ന് വിളിക്കുന്നത്. രാജ്യാതിർത്തികളിൽ യുദ്ധം ചെയ്ത് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ വെടിയുന്ന ധീരരായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ പോരാളികളെ രാഷ്ട്രം പരമവീര ചക്രം നൽകി ആദരിക്കുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിലും. എന്നാൽ മലയാളിയായ ഒരു പടയാളി അയാൾ അവധിക്ക് വീട്ടിൽ വരുമ്പോൾ വഴിയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ച് അല്ലെങ്കിൽ തളർന്നു വീണ് രോഗം വന്ന് മരിച്ചാൽ ഒരിക്കലും അയാൾ ധീര രക്തസാക്ഷിയായിട്ട് മാറുന്നില്ല. അയാൾ ഒരു വാഹനം ഇടിച്ചു മരിച്ചാൽ അയാൾ ധീര രക്തസാക്ഷിയായിട്ട് മാറുന്നില്ല. ആക്രമണത്തെ ചെറുത്തു നിന്ന ശത്രുവിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിക്കുമ്പോഴാണ് ഒരു പടയാളി അയാളുടെ സ്വത്വബോധത്തിൻ്റെ അർത്ഥം ആഘോഷിക്കുന്നത് എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ്. ഇവിടെ ശത്രു ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ, ശത്രുത എന്താണ്, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ എതിർപ്പുകൾ എന്തൊക്കെയാണ്, അതിരുകൾ എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ക്രിസ്തുവിനെ പരിഹസിക്കുകയും ക്രിസ്തുവിൻ്റെ നാമത്തെ അവഹേളിക്കുകയും ക്രിസ്തുവിൻ്റെ തിരുമുഖത്ത് തുപ്പുകയും ക്രിസ്തുവിൻ്റെ ഉടലിൽ ചവിട്ടുകയും ക്രിസ്തുനാഥനെ ചാട്ടവാറുകൊണ്ട് അടിക്കുകയും ചെയ്ത ഫരിസേയരുടെയും നിയമജ്ഞരുടെയും തോളിൽ കൈയിട്ട് 30 വെള്ളിക്കാശും മേടിച്ച് അതും കിലുക്കി കിലുക്കി നടന്നു നീങ്ങിയ ക്രിസ്തു ശിഷ്യൻ അവസാനം അവൻ എത്തിച്ചേർന്നത് എവിടെയെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ശത്രുവിൻ്റെ തോളിൽ കൈയിട്ട് ക്രിസ്തുവിനെ വിറ്റ് കാശാക്കി ആ വെള്ളി നാണയങ്ങളുടെ കിലുക്കവുമായി നടന്നവൻ രക്തത്തിൻ്റെ പറമ്പ് എന്ന പറമ്പിൽ വന്നിട്ടുള്ള ഉണക്കമരത്തിൽ ഊഞ്ഞാലാടി കളിച്ചതിൻ്റെ കഥ ബൈബിൾ പറയുന്നുണ്ട് എന്നുള്ളത് ക്രിസ്തുവിനെ ധൈര്യമില്ലാത്തതിൻ്റെ പേരിൽ ഒറ്റിക്കൊടുക്കുന്നവർ മറക്കാതിരിക്കേണ്ട ഒരു വർത്തമാനകാലമാണിത് എന്നെൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ സംഘത്തിൽ ഒരുമിച്ച് ചേരുന്നവനാണ് ക്രൈസ്തവൻ, അതിന് സംശയമൊന്നും വേണ്ട. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരുടെ സംഘത്തിൽ ചേരുന്നവനെ ക്രിസംഗി എന്ന് വിളിച്ച് കളിയാക്കുന്നവരുണ്ടെങ്കിൽ അതും ക്രിസ്തുവിനൊരു അലങ്കാരമാണ് എന്ന് തിരിച്ചറിയുന്ന ഈ ഒരു കാലത്ത് തന്നെയാണ് ഇവിടെ ക്രൈസ്തവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൻ്റെ അന്തസ്സ് സംരക്ഷിക്കാൻ വേണ്ടി, അവകാശം സംരക്ഷിക്കാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ വേണ്ടി ജീവിതവും അഭിമാനവും പണയം വയ്ക്കുവാൻ ചങ്കൂറ്റമുള്ള ക്രൈസ്തവരുടെ ഉണർന്നു വരുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തു പറഞ്ഞു, ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കണം.
പക്ഷേ ശത്രുവിനെ മിത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ച് സ്നേഹിക്കരുത്. അപകടമാണത്. ശത്രുവിനെ ശത്രുവാണ് എന്ന് തന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണം സ്നേഹിക്കാൻ. അവൻ്റെ ശത്രുതയെ അല്ല സ്നേഹിക്കേണ്ടത്, പകരം അവനിലെ വ്യക്തിയെയാണ്. എന്നോട് ശത്രുത പുലർത്തുന്ന ഈ വ്യക്തിക്ക് എന്നോട് മൈത്രി പുലർത്താനുള്ള ശേഷി നഷ്ടപ്പെട്ടതിൻ്റെ സഹാനുഭൂതിയോടെ, കരുണയോടെ ആ ശത്രുവിനെ സ്നേഹിക്കാം. പക്ഷേ അയാൾ മിത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് തോളിൽ കൈയിട്ടുണ്ടല്ല, അയാൾ ശത്രുവാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ സ്നേഹിക്കാം. അല്ലെങ്കിൽ ഇന്ന് മിത്രത്തെക്കാൾ മൈത്രി, അതാണ് ശത്രുവിൻ്റെ നിർവചനം. ശത്രുവിനെ സ്നേഹിച്ച് ശത്രുവിനെ സുഖപ്പെടുത്തി, ശത്രുവിൻ്റെ ഉള്ളിലെ ശത്രുതയില്ലാതെയാക്കി, അവനെ തൻ്റെ മിത്രമാക്കി മാറ്റി, അതിനുവേണ്ടി ജീവൻ വരെ സമർപ്പിച്ച ക്രിസ്തുനാഥൻ്റെ പ്രതിനിധികളാണ് ഞാനും എൻ്റെ സഹോദരങ്ങളുമെങ്കിൽ നമുക്കും ശത്രുക്കളില്ല, ക്രൈസ്തവർക്ക് ശത്രുക്കളില്ല. എന്നാൽ സ്വന്തം ദൈവത്തിൻ്റെ തിരുനാമത്തെ പാവനമാക്കി, പൂജ്യമാക്കി ആരാധിക്കുവാനും ആദരിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള കടമ അത് മറ്റൊരു മതസ്ഥൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൈകഴുകുവാൻ ക്രിസ്തു സ്നേഹമുള്ള ഒരു ക്രൈസ്തവന് പറ്റുകയുമില്ല. അത് ക്രൈസ്തവൻ്റെ കടമയാണ്, അത് ക്രിസ്ത്യാനിയുടെ കടമയാണ്. ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ അന്തസ്സും അഭിമാനവും ക്രൈസ്തവ മൂല്യങ്ങളുടെ മതിപ്പും വിലയും നിലയും ക്രിസ്ത്യാനി സംരക്ഷിക്കുന്നില്ലെങ്കിൽ അത് ആരാണ് സംരക്ഷിക്കുക? ക്രിസ്തുവിനെ ക്രിസ്ത്യാനി സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ള വാദഗതികളൊക്കെ ഒരുപക്ഷെ എൻ്റെ ഈ എളിയ പ്രഭാഷണത്തിൻ്റെ യൂട്യൂബ് കമൻറ്റ് ബോക്സിലൊക്കെ ധാരാളം കയറി വരും എന്നെനിക്കറിയാം. ക്രിസ്തുവിനെ ക്രിസ്ത്യാനി സംരക്ഷിക്കേണ്ടതില്ല. ക്രിസ്ത്യാനിക്കുള്ളിലെ ക്രിസ്തുവിനെ ക്രിസ്ത്യാനി തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. അത് ഹൈന്ദവ സഹോദരൻ്റെയോ മുസ്ലിം സഹോദരൻ്റെയോ കടമയല്ല, അത് ക്രൈസ്തവൻ്റെ കടമയാണ്. ആ കടമയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സ്വന്തം ഹൃദയത്തിനുള്ളിൽ താൻ മാതാപിതാക്കളിൽ നിന്ന് തലമുറകളായിട്ട് ഏറ്റുവാങ്ങിയ ക്രിസ്തുവിലുള്ള വിശ്വാസം സംരക്ഷിക്കേണ്ടത് അതും അയൽക്കാരനല്ല, അത് ഞാൻ തന്നെയാണ്. എന്നാൽ ഇവിടെ ഇന്ന് നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇന്ന് കേരളത്തിൽ പീഡ അനുഭവിക്കുന്നത് ബൊക്ക ഹറാമിൻ്റെയോ ഐസിസ് തീവ്രവാദികളുടെയോ നേരിട്ടുള്ള ആക്രമണത്തിലൊന്നുമല്ല. അതിനേക്കാൾ കൂടുതൽ പീഡനം ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, കേരള ക്രൈസ്തവ സമൂഹത്തിലെ ക്രിസ്തുവിൻ്റെ തിരുസ്വരൂപം ഇന്ന് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ് എന്ന് പ്രാർത്ഥനാപൂർവം ആദ്യ ശിഷ്യഗണത്തിൻ്റെ ഹൃദയത്തിനകത്ത് കയറിയിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ചു വരുത്തിയ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിന് ഒരുങ്ങുന്ന ഈ സമയത്ത് ഈശോയുടെ തിരുമുമ്പിൽ തുറന്ന് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്രൈസ്തവ സഭകൾ തമ്മിൽ കൂടുതൽ ഐക്യം നൽകണമേ എന്ന് ഓരോ രാജ്യത്തേക്കും സുവിശേഷവുമായി പോകുവാൻ വേണ്ടി ഈശോയുടെ പരിശുദ്ധാത്മാവ് ഒരുക്കി നിർത്തിയ ശിഷ്യഗണങ്ങളുടെ കൈകോർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മ സഭയൊന്നാണ്, സഭ ഏകമാണ്, സഭ നിത്യമാണ് എന്ന് ഈ വർത്തമാനകാലത്തെ വരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിശ്വാസ മാതൃകയോട് ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഈ വചന വിചാരങ്ങൾ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഇന്ന് നമ്മുടെ സഭകൾ തമ്മിൽ ഐക്യമുണ്ടാകണം. സഭകൾ തമ്മിലുള്ള വിരോധവും ശത്രുതയും അകൽച്ചയും ഇന്ന് വിശ്വാസികളുടെ ഉള്ളിലെ ക്രിസ്തു വിശ്വാസത്തെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ഈ വിഭാഗീയതകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു കാലമാണിത് എന്ന് ഈശോയുടെ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പറയുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഓരോ സഭയും ഒറ്റയ്ക്ക് വളരാനുള്ള തീവ്രമായ നിലപാടുകൾ എടുക്കുമ്പോൾ, ഓരോ റീത്തും തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ച് വളരേണ്ടതിന് പകരം ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരുവാനുള്ള തീവ്രമായ നിലപാടുകൾ എടുക്കുമ്പോൾ പരസ്പരം അകൽച്ചയും ശത്രുതയും സഭകൾക്കുള്ളിലും രൂപതകൾക്കുള്ളിലും പരസ്പരം നേതാക്കൾക്കുള്ളിലും ആത്മീയ നേതാക്കൾക്കിടയിലുമൊക്കെ പെരുകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. ഒറ്റയ്ക്ക് വളർന്ന്
മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്ക് വളരാൻ ശ്രമിക്കുന്ന സഭകൾക്കുള്ളിൽ ക്രിസ്തു ഒരുമിച്ച്, ക്രിസ്തുവിൻ്റെ ചൈതന്യം ഒരുമിച്ച് ഒടുങ്ങുകയാണ്. ഒറ്റയ്ക്ക് വളരുന്ന സംഘടനകൾ, ആ സംഘടനകളുടെ ഉള്ളിൽ ക്രൈസ്തവ വിശ്വാസം ഒരുമിച്ചൊടുങ്ങുകയാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കോവിഡ് കാലത്ത് അരി മേടിക്കാൻ പണമില്ലാത്തവൻ്റെ മുമ്പിൽ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നതാണോ പ്രസക്തമായ ചോദ്യം? പകരം തിരിയായി എരിയണം എന്നതല്ലേ പ്രസക്തമായ ദർശനം. ആ ഒരു ദർശനത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് സഭയെ വളർത്താൻ, സഭാസമൂഹത്തെ വളർത്താൻ നമുക്ക് കഴിയേണ്ടതല്ലേ? വിശ്വാസികൾക്ക് കഴിയേണ്ടതല്ലേ? ആത്മീയ നേതാക്കൾക്ക് കഴിയേണ്ടതല്ലേ? അത് സംഭവിക്കാതെ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ നടക്കുന്ന ഈ ഒരു പരസ്പരമുള്ള ആക്രമണങ്ങൾ കൊണ്ട് മുറിവേൽക്കുന്ന ക്രിസ്തുവിൻ്റെ ചൈതന്യവും ക്രിസ്തുവിൻ്റെ മൗതിക ശരീരവും കണ്ടിട്ടും കാണാതെ ഏത് വിശ്വാസമാണ് നമ്മളിവിടെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആത്മവിചിന്തനവും ആത്മവിമർശനവും നടത്തുവാൻ, എന്നിലേക്ക് തന്നെ നോക്കി ആത്മവിമർശനം നടത്തുവാൻ ഈ ഒരു മിസ്ബ കൺവെൻഷൻ ഞാൻ ഉപയോഗിക്കുകയാണ്. എന്നോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കെന്തുകൊണ്ട് എൻ്റെ അതേ വിശ്വാസത്തിലുള്ള എൻ്റെ സഹോദരനോട് ഒന്ന് പൊറുത്തുകൂടാ, ഒന്ന് ക്ഷമിച്ചുകൂടാ, ഒന്ന് വിട്ടുവീഴ്ച ചെയ്തുകൂടാ, ഒന്ന് തോറ്റുകൊടുത്തുകൂടാ, എൻ്റെ അഹങ്കാരം ഒന്ന് വെടിഞ്ഞുകൂടാ? എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഒരു അഹന്ത വെടിഞ്ഞുകൂടാ? പരസ്പരം ഐക്യത്തിലേക്ക് എന്തുകൊണ്ട് എൻ്റെ വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൂടാ? പീഡനം, വിശ്വാസത്തിൻ്റെ പീഡനം പുറത്തു നിന്നാകുമ്പോൾ എതിർക്കാൻ എളുപ്പമുണ്ട്. അകത്തു നിന്നാകുമ്പോൾ അന്തഛിദ്രമാണ് കാരണമെങ്കിൽ അന്ത്യം കർത്താവ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള കുടുംബം തകർന്ന് തരിപ്പണമാകും. അത്തരത്തിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വന്തം സഭയെയും സ്വന്തം രൂപതയും സ്വന്തം വിശ്വാസവും മാത്രം മുറുകെ പിടിക്കുമ്പോൾ ഇവിടെ ക്രൈസ്തവ സമൂഹം ഒടുങ്ങിത്തീരുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ബാഹ്യശക്തികളുടെ പീഡനം കൊണ്ട്, വൈദേശികമായ ശക്തികളുടെ പീഡനം കൊണ്ട്, വൈദേശികമായ ശൈലികളുടെയും സംസ്കാരങ്ങളുടെയും അധിനിവേശം കൊണ്ട് തനിമ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണി വരുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അകത്ത് അതിനേക്കാൾ രൂക്ഷമായ പ്രതിസന്ധികൾ കൃത്രിമമായി നിർമ്മിച്ച് നിലനിർത്തിക്കൊണ്ട് സമൂഹത്തെയും സഭാവിശ്വാസത്തെയും ദുർബലമാക്കുന്ന ചിലരുടെ നിഗൂഢമായ തന്ത്രങ്ങൾക്കുള്ളിൽ പൈശാചികമായ ഇടപെടലുകളുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ലോകം മുഴുവൻ നേരിടുന്ന നിരവധിയായ പീഡാനുഭവങ്ങളെ നമ്മൾ ഓർത്തു. ക്രിസ്തു ഇന്നും പീഡിപ്പിക്കപ്പെടുകയാണ്. ക്രിസ്തുവിന് വേണ്ടി പീഡനമേൽക്കുവാൻ ഞങ്ങളിവിടെയുണ്ട് തമ്പുരാനെ, നിനക്ക് വേണ്ടി പീഡനമേൽക്കുവാൻ ഞങ്ങളിവിടെയുണ്ട് തമ്പുരാനെ എന്ന് വിളിച്ചു പറയുന്നവരുടെ ഹൃദയത്തിൽ മാത്രമേ ഇന്ന് ക്രിസ്തുവുള്ളൂ, ക്രിസ്തു മതമുള്ളൂ. ശത്രുവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ തമ്പുരാൻ്റെ ആ മഹാചൈതന്യം സ്വീകരിക്കുമ്പോഴും ശത്രു ആരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ശത്രുവിനെ ശത്രു തന്നെയായി അംഗീകരിച്ച് അവൻ്റെ ശത്രുതയോട് സമരം ചെയ്ത് ആ വ്യക്തിയോട് പൊറുക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണങ്ങളായി നമുക്ക് ഈ വർത്തമാനകാലത്തിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാം. ക്രിസ്തുവിനെ പകരുക, ക്രിസ്തുവിൻ്റെ സ്നേഹം പകരുക, ആ ഈശോയുടെ ചൈതന്യം പകരുക, ആ ക്രിസ്തുവിനെ പകരുക മാത്രമാണ് ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ പീഡാസഹനങ്ങളെയും അതിജീവിക്കുവാൻ ഇന്ന് ക്രൈസ്തവനുള്ള ഏക വഴി. ആ വഴി ഈശോയാണ്, ആ സത്യം ഈശോയാണ്, ആ ജീവൻ ഈശോയാണ്. വഴിയും സത്യവുമായ ഈശോയെ അങ്ങയുടെ വഴിയിലൂടെ നടന്ന് സത്യം സത്യമായി അംഗീകരിച്ച് അങ്ങയുടെ നിത്യജീവനിൽ വന്നു ചേരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.
ഇസഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 ആരാധന. പരിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുവാനും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാനും അങ്ങ് തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തമ്പുരാനെ, അങ്ങയിലുള്ള വിശ്വാസം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയായി അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുകയാണ്. ഉത്ഥാനത്തിൻ്റെ സമ്മാനമായ പരിശുദ്ധാത്മാവ് കൗദാശിക അനുഭവങ്ങളിലൂടെ, വിശുദ്ധ മാമോദീസായിലൂടെ ഓരോ ക്രൈസ്തവനിലേക്കും ഇറങ്ങി വരുമ്പോൾ, നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മക്കളായി മാറുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ വിശ്വാസ ജീവിതം കണ്ട്, ഞങ്ങളുടെ ആത്മീയ നിയന്താക്കളുടെ ജീവിത മാതൃകകളിൽ അങ്ങയുടെ തിരുഹിതം ദർശിച്ച്, നല്ല ഈശോയെ, ഞങ്ങളിൽ വിശ്വാസം തഴച്ചു വളരുകയാണ്. ആ വിശ്വാസം ഒരിക്കലും കൈവിടാതെ, കർത്താവേ, ഞങ്ങൾ എവിടെ പോയാലും, ഞങ്ങൾ ആരൊക്കെ ആയിത്തീർന്നാലും, അങ്ങയിലുള്ള വിശ്വാസം ഒരിക്കലും കൈവിടാതെ അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ, ജീവിതത്തിൽ ഓരോ നിമിഷവും അങ്ങയെ ഞങ്ങളുടെ കർത്താവും നാഥനുമായി ഏറ്റുപറയുവാൻ, നല്ല ഈശോയെ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നല്ല ഈശോയെ, മിസ്ബ കൺവെൻഷനിലൂടെ അങ്ങ് സ്നേഹിക്കുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസത്തിന് വേണ്ടി ഏത് പീഡനങ്ങളെയും അതിജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ധീരത അങ്ങ് വർഷിക്കണമേ. കർത്താവേ, കുരിശുമരണത്തിലൂടെ ഈ ലോകം മുഴുവൻ്റെയും പാപഭാരം ഏറ്റുവാങ്ങി സ്വന്തം ജീവൻ അർപ്പിക്കുവാൻ അങ്ങ് തിരുമനസ്സായി. ഈ ലോകത്തിനങ്ങ് പാപമോചനം നൽകി, മനുഷ്യകുലത്തിനങ്ങ് രക്ഷ നൽകി. കർത്താവേ, ദൈവപിതാവിൻ്റെ അവാച്യമായ ആ രക്ഷാകര ദൗത്യം മനുഷ്യനായി അവതരിച്ച് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും പ്രിയ മകനായി വളർന്ന് സ്നാപക യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് എങ്ങനെയാണ് ഒരു മനുഷ്യൻ സത്യദൈവമായ പിതാവായ ഏകദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കേണ്ടത് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ അങ്ങ് വെളിപ്പെടുത്തി. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവന് എല്ലാ നന്മകളും ചെയ്യുവാൻ ദൈവം അനുഗ്രഹം നൽകുമെന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അങ്ങ് ഈ ലോകത്തെ അറിയിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ
എന്ന് തൻ്റെ ശിഷ്യന്മാരെ അങ്ങ് പഠിപ്പിച്ചു. നല്ല ഈശോയെ, അങ്ങയുടെ അനന്തമായ സ്നേഹം ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജനകോടികളുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന ഈ 2021 ഈ സെപ്റ്റംബർ മാസത്തിലും അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ നല്ല ഈശോയെ, ആ അമ്മയിലൂടെ ഞങ്ങൾ ഓരോരുത്തരിലുമുള്ള അങ്ങയുടെ വിശ്വാസത്തെ അങ്ങ് ജ്വലിപ്പിച്ചുണർത്തണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ കൈകൾ അല്പം ഉയർത്തിപ്പിടിച്ച് നമുക്ക് നമ്മുടെ തമ്പുരാനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ തമ്പുരാനെ നമുക്ക് കാണാം. അവിടുന്ന് നമ്മോടൊപ്പമുണ്ട്. അവിടുത്തെ സ്നേഹം നമ്മളിൽ നിറയുകയാണ്. അവിടുത്തെ വിശുദ്ധ മൂല്യങ്ങൾ നമ്മളിൽ നിറയുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചവരുടെ, ഈശോയ്ക്ക് വേണ്ടി സ്നേഹിച്ചവരുടെ, ഈശോയ്ക്ക് വേണ്ടി ക്ഷമിച്ചവരുടെ, ഈശോയ്ക്ക് വേണ്ടി ഒന്നുമല്ലാതായവരുടെ, ഈശോയ്ക്ക് വേണ്ടി തോറ്റുകൊടുത്തവരുടെ ജീവിത അനുഭവങ്ങൾ ചരിത്രത്തിലൂടെ നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്, നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമുക്കും ഈശോയിൽ വിശ്വസിക്കണം, നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കണം, നമുക്ക് ഈശോയ്ക്ക് വേണ്ടി അപമാനിതരാകണം, നമുക്ക് ഈശോയുടെ നാമം മഹത്വപ്പെടുത്തണം, ഈശോയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമുക്കും പോരാടണം. ഈശോയെ അപമാനിക്കാൻ തയ്യാറാകാതെ ഈശോയ്ക്ക് വേണ്ടി അപമാനങ്ങൾ ഏറ്റുവാങ്ങിയ ധീര രക്തസാക്ഷികളുടെ വിശുദ്ധ സ്മരണകൾ ഈശോയുടെ തിരുമുമ്പിലിരുന്ന് നമുക്ക് ഏറ്റുവാങ്ങാം. ഈശോയെ, നല്ല ഈശോയെ, അങ്ങേ അപമാനിതരാക്കാതെ അങ്ങേക്ക് വേണ്ടി അപമാനം ഏറ്റുവാങ്ങിയവരുടെ, അങ്ങേ നിന്ദിക്കാതെ അങ്ങേക്ക് വേണ്ടി നിന്ദനം ഏറ്റുവാങ്ങിയവരുടെ വിശുദ്ധ ജീവിതങ്ങളുടെ മാതൃക ഞങ്ങളുടെ ഹൃദയങ്ങളെ തീപിടിപ്പിക്കട്ടെ. ഈശോയെ, തണുത്തുറഞ്ഞു പോകുന്ന വിശ്വാസ ജീവിതം അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ചൂടുപിടിക്കട്ടെ തമ്പുരാനെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നിസ്പർശം കൊണ്ട് കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളുണർത്തണമേ. കർത്താവേ ഈശോയെ, അങ്ങയിൽ വിശ്വസിക്കുന്നവർ അനുഭവിക്കുന്ന പീഡകളും വേദനകളും ഘോരമായ സഹനങ്ങളും കർത്താവേ, അങ്ങ് കൂടെയുള്ളവർക്ക് മാത്രം അങ്ങ് നൽകുന്ന സമ്മാനമാണ്. അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് നൽകുന്ന സമ്മാനമാണ്. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ സഭ ഏറ്റുവാങ്ങുന്ന എല്ലാ പീഡനങ്ങളും അപമാനങ്ങളും ഈശോയെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ് തമ്പുരാനെ. ഇന്നോളമുള്ള കാലങ്ങളിൽ അങ്ങയുടെ തിരുനാമം ഏറ്റുവാങ്ങിയ അപമാന ഭാരങ്ങൾ, അങ്ങയുടെ തിരുസഭ അഭിമുഖീകരിച്ചിട്ടുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഘോരമായ പീഡനങ്ങൾ, അങ്ങയിൽ വിശ്വസിച്ച മക്കൾ ഏറ്റുവാങ്ങിയ ത്യാഗോജ്വലമായ അതിജീവനത്തിന്റെ രക്തസാക്ഷ്യങ്ങൾ, ഈശോയെ, അങ്ങാണ് ഞങ്ങൾക്ക് കൃപ നൽകുന്നത്, അങ്ങാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, അങ്ങാണ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഞങ്ങളുടെ സഭ അപമാനിതയാകുമ്പോൾ, ഞങ്ങളുടെ സഭ വേദനിക്കുമ്പോൾ, ഞങ്ങളുടെ സഭ വിഭാഗീയതയാൽ വീർപ്പുമുട്ടുമ്പോൾ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി അങ്ങയുടെ സഭയോടൊത്ത് ചിന്തിക്കുവാൻ, അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി ജീവിക്കുവാനുള്ള അപാരമായ കരുത്ത് അങ്ങ് ഞങ്ങളിൽ വർഷിക്കണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ.
സഭയാമമ്മേ നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയിൽ വിശ്വസിക്കുന്നവർ അപമാനിതരാകുമ്പോൾ അങ്ങയുടെ സഭയാണ് അപമാനിതമാകുന്നത്. അങ്ങയെ സ്നേഹിക്കുന്നവർ ആക്ഷേപിക്കപ്പെടുമ്പോൾ കർത്താവേ, അങ്ങയുടെ സഭയാണ് നൊമ്പരപ്പെടുന്നത്. സഭയുടെ വേദന അങ്ങയുടെ വേദനയാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. എന്നാൽ ഈശോയെ, വിശ്വാസിയാണ് എന്നതിൻ്റെ പേരിൽ വീടുപേക്ഷിച്ച് പുറപ്പെട്ടു പോകേണ്ടി വന്ന അനേകായിരം വിശ്വാസികളെ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ ഓർക്കുന്നു. കർത്താവേ, വിവിധ രാജ്യങ്ങളിൽ മതതീവ്രവാദികളുടെ മനുഷ്യത്വരഹിതമായ ഘോരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന എല്ലാ വിശ്വാസികളെയും ഓർക്കുന്നു. കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചത് ഒത്തിരി പേര് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി മരിക്കുന്നത് പലപ്പോഴും ആരും അറിയുന്നില്ല. തമ്പുരാനെ, മതതീവ്രവാദികളുടെ അതിക്രൂരമായ ആക്രമണങ്ങളിൽ ഒരുമിച്ച് ചുട്ടുകരിക്കപ്പെട്ട കുഞ്ഞുമക്കൾ ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പനെ നഷ്ടപ്പെട്ട മക്കൾ, അമ്മയെ നഷ്ടപ്പെട്ട മക്കൾ, ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ടവർ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, അയൽക്കാരില്ലാതായി തീർന്നവർ, കർത്താവേ, ശത്രുക്കളുടെ ഇടയിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവനേക്കാൾ വലുതാണ് വിശ്വാസമെന്ന് ജീവൻ കൊടുത്ത് പ്രഘോഷിച്ച സത്യവിശ്വാസികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തമ്പുരാനെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കേരളത്തിൽ, ഈ മലയാള മണ്ണിൽ ഏറ്റവും സുരക്ഷിതരായി വിശ്വാസ ജീവിതം നയിക്കുകയാണ് നമ്മൾ അറിയുന്നില്ല. ലോകം മുഴുവനും ഈശോയിൽ വിശ്വസിക്കുന്നവർ ഏറ്റുവാങ്ങുന്ന ഘോരമായ പീഡകൾ. അവരാരും ഈശോയെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടമനുസരിച്ച് സഭയെ ഉപേക്ഷിച്ച് ശത്രുക്കളുടെ കൈകോർത്ത് പിടിച്ച് തമ്പുരാനെ ആക്ഷേപിക്കുന്നില്ല. പകരം അവരെല്ലാം ഈശോയിലുള്ള വിശ്വാസത്തെ പ്രതി ഈ നശ്വരമായ ജീവിതം, ഈ ഭൗതികമായ ജീവിതം അവർ തൃണവൽഗണിക്കുകയാണ്. ഈശോയുടെ നാമമാണ് വലുത്, ഈശോയിലുള്ള വിശ്വാസമാണ് കരുത്ത്. ആ വിശ്വാസത്തിൽ അടിയുറച്ചാൽ, അവസാനം വരെ പിടിച്ചു നിന്നാൽ ഈശോ കരുതി വെച്ചിരിക്കുന്ന നിത്യജീവൻ നേടുവാൻ, സ്വർഗരാജ്യം നേടുവാൻ കഴിയും എന്ന വലിയ വിശ്വാസത്തിന്റെ സാക്ഷികളാണ് ഓരോ വർഷവും കലാകാലങ്ങളിലായി ഈശോയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ ആ വലിയ രക്തസാക്ഷികൾ. വിശുദ്ധരെന്ന് പേര് വിളിച്ചവരുണ്ട്, വിശുദ്ധരെന്ന് പേര് വിളിക്കപ്പെടാത്തവരുണ്ട്, ഒരു പേര് പോലും ആരും ഓർക്കാത്തവരുണ്ട്. എല്ലാവരെയും ഓർക്കുന്നുണ്ട് നല്ല ഈശോ. പ്രിയപ്പെട്ടവരെ, അമ്മേ അമ്മേ സഭയാമമ്മേ എന്ന് നമുക്ക് ഒരുമിച്ച് പാടി അമ്മ നിന്ദനമേൽക്കുമ്പോൾ പിടയ്ക്കുന്ന ഉള്ളുമായി നമുക്ക് തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഈശോയെ നോക്കിയിരിക്കാം. അമ്മേ 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 സഭയാമമ്മേ നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. അമ്മേ 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 സഭയാമമ്മേ നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. തിരുസഭ കനൽ വഴിയിൽ അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. തിരുസഭ കനൽ വഴിയിൽ
അവഹേളനമേൽക്കുമ്പോ സഭയെ കാക്കും കാവലാളായി എന്നെ മാറ്റണമേ. അമ്മേ 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 സഭയാമമ്മേ, നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. നീ നിന്ദനമേൽക്കുമ്പോ എൻ ചങ്കു പിടയ്ക്കുന്നു. എല്ലാവർക്കും അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് ഇടം നൽകി. ശത്രുവിനെയും മിത്രത്തെയും അങ്ങ് ഒരുപോലെ സ്നേഹിച്ചു. കർത്താവേ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്തു. അങ്ങനെ പീഡനമേറ്റവര് പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വന്തം ജീവൻ അർപ്പിച്ചപ്പോൾ ഈശോയെ, അങ്ങയുടെ സഭ വളരുകയായിരുന്നു. എവിടെയൊക്കെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ സഭ ഏറ്റുവാങ്ങിയോ അവിടെയെല്ലാം സഭ തഴച്ചു വളരുകയാണ്. കർത്താവായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിന് ഇന്നും വിലയുണ്ട് എന്ന് ശത്രുക്കളെ സ്നേഹിച്ച് തോൽപ്പിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുവാനുള്ള കരുത്ത് അങ്ങ് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. അങ്ങയുടെ സ്നേഹം പങ്കുവെച്ച് കൊടുത്ത്, അങ്ങയുടെ ക്ഷമിക്കുന്ന സ്നേഹം വിതരണം ചെയ്ത് ശത്രുതയില്ലാതെയാക്കുവാൻ, അങ്ങനെ ശത്രുക്കളെ തോൽപ്പിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് കരുത്ത് പകരണമേ. ഈശോയെ, അങ്ങയ്ക്ക് ശത്രുക്കൾ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങയുടെ മനസ്സിൽ അങ്ങയെ ശത്രുവായി കണ്ടവർ പോലും അങ്ങയുടെ മനസ്സിൽ അങ്ങയുടെ സ്നേഹിതരായിരുന്നു. അങ്ങയെ ഒറ്റിക്കൊടുത്തവനും അങ്ങയുടെ സ്നേഹിതനായിരുന്നു. ഒറ്റിക്കൊടുക്കുവാനാണ് അവൻ അടുത്തു വന്നു നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴും അങ്ങ് അവനെ വിളിച്ചത് സ്നേഹിത എന്നായിരുന്നു. ഈശോയെ, അങ്ങയുടെ ആ മനസ്സ് ശത്രുവിനെയും സ്നേഹിച്ച് തോൽപ്പിക്കുവാനുള്ള അങ്ങയുടെ ആ കരുത്ത് അങ്ങ് ഞങ്ങൾക്ക് തരണമേ തമ്പുരാനെ. അങ്ങയുടെ സ്നേഹം ഈ ലോകത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് കർത്താവേ. അതുകൊണ്ടാണ് ഈ ലോകം മുഴുവൻ പോയി നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും അങ്ങയുടെ സ്നേഹത്തിലേക്ക് ജ്ഞാനസ്നാനപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളോട് പറഞ്ഞത്. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ സ്നാനപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഈ ലോകത്തിൽ. അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പീഡാസഹനങ്ങളുടെ വർത്തമാനകാലത്തിലും 236 കോടിയോളം ജനങ്ങൾ, ഈ ലോക ജനസംഖ്യയിൽ 1/3 ജനങ്ങൾ ഈശോ നിന്റെ നാമമാണ് രക്ഷയുടെ നാമമെന്ന് ഹൃദയത്തിലും അധരത്തിലും ഉച്ചരിക്കുകയും ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം ഈ ലോകത്തിലുണ്ട് കർത്താവേ. അങ്ങ് ഈ ലോകം മുഴുവനുമുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും, എല്ലാ സഭകളിലുമുള്ള എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആരൊക്കെ ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നാലും, ആരൊക്കെ ഞങ്ങളെ വേദനിപ്പിക്കാൻ വന്നാലും, ആരൊക്കെ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും, ഈശോ നീ കൂടെയുണ്ടെങ്കിൽ, നീ ഞങ്ങളുടെ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെല്ലാം സാധ്യമാണ് തമ്പുരാനെ. അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിര് നിൽക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഈശോയെ നിന്റെ തിരുനാമത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ പരസ്യമായി പ്രഘോഷിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ഈ വിശ്വാസ പ്രഘോഷണത്തെ അങ്ങ് ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഈ വിശ്വാസ പ്രഘോഷണത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ തമ്പുരാനെ.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഈശോയെ കൈവിടാതിരിക്കുവാനുള്ള കരുത്തുറ്റ വിശ്വാസവുമായി നമ്മുടെ ഉള്ളിൽ നിറയുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നല്ല ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഈശോയെ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ആത്മത്യാഗങ്ങൾ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി, ഈ വിശ്വാസ ജീവിതത്തിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കുവാൻ, സ്വന്തം മാതാപിതാക്കളെ ത്യജിക്കുവാൻ, സ്വന്തം ജീവിത പങ്കാളിയെ ത്യജിക്കുവാൻ, സ്വന്തം ഉദ്യോഗങ്ങൾ ത്യജിക്കുവാൻ, സ്വന്തം സൗകര്യങ്ങൾ ത്യജിക്കുവാൻ, സ്വന്തമായിട്ടുള്ളതെല്ലാം ത്യജിച്ചുകൊണ്ട് അങ്ങയുടെ ജീവനാണ്, അങ്ങ് ഞങ്ങൾക്ക് ജീവനാണ്, അങ്ങയുടെ നാമമാണ് വലുത്, അങ്ങാണ് ഞങ്ങളുടെ ദൈവമെന്ന് ജീവൻ കൊടുത്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ച് ഈ ലോകത്തിൽ അങ്ങയുടെ നാമം പുനഃസ്ഥാപിക്കുന്ന, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്ന എല്ലാ വിശ്വാസികളെയും ഈശോയെ ഓർത്ത് നന്ദി പറയുന്ന തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ ഓർത്ത് സ്തുതിക്കുന്നു. ഈശോയ്ക്ക് നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കൈകളൊന്ന് വിടർത്തി വെച്ച്, ഹൃദയമൊന്ന് തുറന്നു വെച്ച് നമുക്ക് ഈശോയെ സ്തുതിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവാണ്, അവിടുന്ന് നമ്മെ സംരക്ഷിക്കുന്ന കർത്താവാണ്, അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്ന കർത്താവാണ്. നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഈശോയെ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ, അവിടുത്തെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കുവാൻ, വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ, വിശ്വാസത്തിന് വേണ്ടി പൊരുതുവാൻ, വിശ്വാസത്തെ പ്രതിരോധിക്കുവാനുള്ള കരുത്ത് അവിടുന്ന് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈശോയ്ക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ മനസ്സുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വിശ്വാസികളുണ്ട് ഈ ലോകത്തിൽ. ഏത് തോക്കിന്റെ മുമ്പിലും, ഏത് കുന്തങ്ങൾക്ക് മുമ്പിലും, ഏത് വടിവാളുകൾക്ക് മുമ്പിലും ഈശോ എന്നുള്ള നാമം വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി, ഈശോയിലുള്ള വിശ്വാസത്തിന് വേണ്ടി ജീവൻ പറിച്ചു കൊടുക്കുവാൻ കരുത്തുറ്റ വിശ്വാസികളുണ്ട് ഈ ലോകത്തിൽ എന്ന് ഈശോയെ ഞങ്ങൾ ഓർത്തങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. സഹോദരങ്ങളുടെയും വിശ്വാസം വർദ്ധിപ്പിക്കണേ. വ്യത്യസ്തമായ മതധാരകളിലൂടെ അങ്ങേ ആരാധിക്കുന്ന എല്ലാ മനുഷ്യ സഹോദരങ്ങളുടെയും മുമ്പിൽ ഈശോയെ, ഈശോ എന്നുള്ള അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ധീരമായി നിലകൊള്ളുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഈശോയെ ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ കർത്താവേ. ആരൊക്കെ അങ്ങയെ അപമാനിക്കുന്നത് കാണുമ്പോഴും, ആരൊക്കെ അങ്ങയെ അവഹേളിക്കുന്നത് കാണുമ്പോഴും ഈശോയെ അങ്ങയിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങയെ ആക്ഷേപിക്കുന്നവരുടെ മുമ്പിൽ വരുവാൻ ചങ്കൂറ്റമില്ലാതെ മറഞ്ഞു നിന്ന് അങ്ങയെ ഉപേക്ഷിച്ചു പോയ, അങ്ങയെ തള്ളിപ്പറയുന്ന പത്രോസ് ശ്ലീഹായുടെ ദുർബലമായ അനുഭവ സാക്ഷ്യത്തിന്റെ പര്യായ പദങ്ങളായി ഇന്നും ഞങ്ങൾ കർത്താവേ അങ്ങയെ വിളിച്ചു പറയുവാൻ, പരസ്യമായി പ്രഘോഷിക്കുവാനുള്ള ധൈര്യമില്ലാത്ത അഭിഷിക്തരായി പോകുന്നുണ്ട്. അങ്ങയെ പരസ്യമായി പ്രഘോഷിക്കുവാൻ, അങ്ങന്റെ ദൈവമാണ് എന്ന്, അങ്ങയുടെ നാമമാണ് ഞങ്ങൾക്ക് കരുത്തെന്ന്, അങ്ങയുടെ ജീവനാണ് ഞങ്ങളുടെ ജീവനെന്ന് ആരുടെ മുമ്പിലും വിളിച്ചു പറയുവാൻ കരുത്ത് നഷ്ടപ്പെടുന്ന വിശ്വാസികളായി ഞങ്ങൾ മാറിപ്പോകുന്നുണ്ട്. ഈശോയെ കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ കരുത്ത് പകരണമേ ഈശോയെ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ
മറവിലാണു ഞാൻ. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ മിസ്ബ കൺവെൻഷനിൽ നമ്മൾ ശ്രവിച്ച ഓരോരോ രാജ്യങ്ങളിലും ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായ എല്ലാ മനുഷ്യ സഹോദരങ്ങളെയും ഈശോ എന്നുള്ള പേര് വിവിധ രാജ്യങ്ങളിൽ വിവിധ ഭാഷകളിൽ വിളിച്ച് രക്ഷയ്ക്ക് വേണ്ടി നിലവിളിച്ച് ആ രക്ഷയിൽ വിശ്വസിച്ച് ഈ ഭൗതിക ജീവിതം വെടിഞ്ഞ എല്ലാ രക്തസാക്ഷികളെയും നമുക്ക് ഓർക്കാം. അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അടുത്ത കാലത്ത് ഈ ലോകത്തിൽ ഈശോയ്ക്ക് വേണ്ടി വേദന അനുഭവിച്ചവർ, രക്തസാക്ഷിത്വം വരിച്ചവർ, ഇറാഖിലെ കൂട്ടക്കൊലകളിൽ, ശവക്കുഴികളിൽ ജീവനോടെ ഈശോ ഈശോ എന്ന് അവസാന ശ്വാസത്തിലും വിളിച്ച് ജീവൻ വെടിഞ്ഞ, ആരും കാണാത്ത, മുഖം തിരിച്ചറിയാൻ പറ്റാതെ പോയ രക്തസാക്ഷികളുടെ ആത്മശാന്തിക്ക് വേണ്ടി ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ ഈശോയെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളറിയാതെ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി, നമ്മൾ കാണാതെ നമ്മൾക്ക് കൃപ ലഭിക്കാൻ വേണ്ടി, നമ്മളോട് പറയാതെ നമ്മൾക്ക് ഈശോയുടെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി ജീവൻ വെടിഞ്ഞ വിവിധ രാജ്യങ്ങളിലെ വിശ്വാസി സഹോദരങ്ങളുടെ ത്യാഗോജ്വലമായ, ആരും കാണാത്ത അവസാന നെടുവീർപ്പുകൾക്ക് കൂട്ടിരിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇറാനിലും ഇറാഖിലും മലേഷ്യയിലും നൈജീരിയയിലും പാകിസ്ഥാനിലും സുഡാനിലും ബംഗ്ലാദേശിലും യമനിലും സൊമാലിയയിലും ഇന്ത്യയിലും ശ്രീലങ്കയിലും ഫ്രാൻസിലും നൈജീരിയയിലും എല്ലാം ഈശോ, ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ സഹോദരങ്ങൾ, നീ കണ്ടിട്ടുള്ള സഹോദരങ്ങൾ, ഈശോ ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത എൻ്റെ സഹോദരങ്ങൾ, നീ അറിഞ്ഞിട്ടുള്ള എൻ്റെ സഹോദരങ്ങൾ, ഈശോ നിന്റെ നാമം വിളിച്ച് അന്ത്യശ്വാസം വലിച്ച് നിന്റെ ആത്മാവിൽ ലയിക്കുവാൻ വേണ്ടി മരണം വരിച്ച രക്തസാക്ഷികൾ, ഈശോയെ, മതതീവ്രവാദികളുടെ മാരകമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി, അവഹേളനങ്ങൾ ഏറ്റുവാങ്ങി, അപമാനിതരായി, ആക്ഷേപിതരായി ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികൾ, കർത്താവേ, അവരുടെ ആത്മാക്കളെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് ഈ ആരാധനയിൽ ദീപികാരുണ്യനാഥ അങ്ങയുടെ തിരുമുമ്പിലേക്ക് നോക്കിക്കൊണ്ട്, അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കുന്ന ജീവബലി ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വിശ്വാസം നിലനിൽക്കാൻ വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച ലോകം മുഴുവനുമുള്ള മതപീഡനങ്ങളിലൂടെ ജീവൻ വെടിഞ്ഞ എല്ലാ രക്തസാക്ഷികളുടെയും ആത്മശാന്തിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ ഒന്ന് കൈ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈശോയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ മണ്ണിൽ അടിഞ്ഞു തീർന്ന മനുഷ്യ ജീവനുകളെ ഓർത്ത് കൈകൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ത്യാഗങ്ങളെ ഓർത്ത്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ പോയ ആ മഹാത്യാഗങ്ങൾ അവരേറ്റുവാങ്ങി
അങ്ങയുടെ വിശ്വാസത്തിന് വേണ്ടി അർപ്പിച്ച ബലിയോർത്ത് കർത്താവേ, ആ മക്കളുടെ ആത്മശാന്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. അങ്ങയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ അവർ. കൈക്കൊള്ളണമേ പ്രാർത്ഥനകൾ. കോങ്കോയിലും നൈജീരിയയിലും സൊമാലിയയിലും സുഡാനിലും അനവധി രാജ്യങ്ങളിലും അങ്ങേക്ക് വേണ്ടി ജീവൻ ത്യജിച്ച ധീരരായ രക്തസാക്ഷികൾ ഇന്ന് ഞങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ കർത്താവേ. അവരുടെ വിശ്വാസ തീക്ഷ്ണതയാൽ അങ്ങ് ഞങ്ങളെ ജ്വലിപ്പിക്കണമേ കർത്താവേ. അവരുടെ വിശ്വാസ ചൈതന്യത്താൽ ഞങ്ങളുടെ സഭയിൽ ഐക്യം നൽകണമേ കർത്താവേ. കർത്താവേ, ആരാണെന്നറിയത്തില്ലാത്ത, രക്തബന്ധമറിയുന്നെന്നറിയത്തില്ലാത്ത സഹോദരങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ കർത്താവേ, വിഭാഗീയതയില്ലാതെ, തരംതിരിവുകളില്ലാതെ ഒരുമിച്ചുയർന്ന നിലവിളികളിൽ അങ്ങ് മഹത്വപ്പെട്ടപ്പോൾ കർത്താവേ, ഒറ്റക്കുഴിയിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ച് അങ്ങയുടെ വിശ്വാസികളെ മണ്ണിട്ട് മൂടിയപ്പോൾ ഈശോയെ, ആത്മഹത്യാഗത്തെ ഓർത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കണമേ തമ്പുരാനെ. അങ്ങയുടെ തിരുവൽത്താരയിൽ ബലിയർപ്പിക്കുവാൻ, ഹൃദയ ഐക്യത്തോടുകൂടി അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോയെ, അങ്ങയുടെ വിശ്വാസികളായ ഞങ്ങൾക്ക് അങ്ങ് കരുത്ത് തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയമുള്ളവരെ, നമുക്ക് ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം ഏറ്റുവാങ്ങി അവിടുത്തെ സ്നേഹത്തിൽ ഒന്നാകാം, അവിടുത്തെ സഹനങ്ങളിൽ ഒന്നാകാം, അവിടുത്തെ മുറിവുകളിൽ അലിയാം. അവിടുത്തേക്ക് വേണ്ടി ജീവിതം ത്യാഗമായി അർപ്പിക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കരുത്ത് ചോദിക്കാം. ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.